വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പ്രശ്നം കാരണം എന്ത് മെറ്റീരിയൽ വേണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? എന്തെങ്കിലും മേടിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കണ്ടേ. നിങ്ങൾ പുതിയ വീട് പണിയാൻ പോകുന്നവരാണെങ്കിൽ ക്രാക്കോ കാപ്പിലറി ആക്ഷൻ കാരണം വെള്ളം വാട്ടർ പ്രൂഫിംഗ് പ്രശ്നങ്ങളുള്ളവരായിരിക്കും. അപ്പോൾ കാപ്പിലറി ആക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക. വെള്ളം ഭിത്തികളിലൂടെ വലിഞ്ഞ് കയറാതെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് പല ഘട്ടങ്ങളെല്ലാം വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തത് പ്ലിന്ത് ലെവലിൻ്റെ മേളിലാണ്. അതായത് പ്ലിന്ത് കെട്ടിയതിന് ശേഷം ബ്രിക്ക് വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതിന് മേളിലായിട്ട് ഒരു കോട്ട് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ലെയർ ചെയ്യേണ്ടതാണ്. സാധാരണ ഒരു സെമൻറ്റീഷ്യസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതിയാവും. പിന്നെ വരുന്ന ടെറസിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ വീടുകൾ ടെറസ് ഫ്ലാറ്റ് റൂഫിന് അനുയോജ്യം അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ബെറ്റർ സൊല്യൂഷൻ സ്ലോപ്പ് റൂഫ്സ് ആണ്. പണ്ടത്തെ വീടുകൾക്കൊന്നും ഈ വാട്ടർ പ്രൂഫിംഗ് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ഈ വാട്ടർ പ്രൂഫിംഗ് ലീക്ക് കാര്യങ്ങളൊക്കെ വന്നോളൂ. ഇന്നും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, കോൺക്രീറ്റ് സ്ലാബ് തന്നെ വെച്ചോളൂ, പക്ഷേ സ്ലോപ്പ് റൂഫ് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂടും കുറയും. ഇങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴാണല്ലോ വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങുന്നത്. വെള്ളം കെട്ടിക്കിടക്കാൻ അവസരമില്ലെങ്കിൽ പിന്നെ ലീക്കേജ് ഇല്ലല്ലോ. അപ്പോൾ സ്ലോപ്പ് റൂഫ് കൊടുക്കുക. ടെറസ് ഏരിയ ഉണ്ടെങ്കിൽ അതിൽ സ്ക്രീഡ് കോൺക്രീറ്റ് ഇട്ട് നല്ല സ്ലോപ്പ് കൊടുക്കുക. 1:10 റേഷ്യോയിൽ സ്ലോപ്പ് കൊടുക്കുക. കൃത്യമായിട്ടുള്ള റെയിൻ വാട്ടർ പോയിന്റ്സുകളിലേക്ക് എക്സിറ്റ് പോകുന്ന രീതിയിൽ നോക്കുക. അത് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യില്ല. വെള്ളം കെട്ടിക്കിടന്നാൽ വർഷങ്ങൾക്കകം അവിടെ ലീക്ക് ഉണ്ടാവും. പിന്നെ ചെയ്യേണ്ടത് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ. ഇത് നോർമൽ പ്രൊസീജിയറാണ്. പ്ലംബിങ്ങിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടാണ് ടോയ്ലറ്റ്സ് ചെയ്യാറുള്ളൂ. ഇത് നിങ്ങൾ കോൺട്രാക്ടർ മിസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് പറയണം, ഇല്ലെങ്കിൽ അവിടെ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. രണ്ടാമത്തെ ടൈപ്പ് നിങ്ങൾ എക്സിസ്റ്റിംഗ് വീട്ടിലെ ചോർച്ച സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പഴക്കവും ഈ ക്രാക്കിൻ്റെ വലുപ്പവും എന്ത് സൂചനകൾ നോക്കിയിട്ട് വേണം എന്ത് മെറ്റീരിയൽ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. വളരെ പഴയ ബിൽഡിംഗാണ്, വലിയ ക്രാക്കൊക്കെയാണ്, ഒരു രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ AAP ഷീറ്റ്, മറ്റേ ഈ ടാർ ഷീറ്റ് പോലെ സാധനമുണ്ട്, മറ്റേ ഗ്യാസ് ലൈറ്റർ വെച്ചിട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. അത് റിലേറ്റീവ്ലി വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ അത് അതുപോലത്തെ സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അത് എല്ലായിടത്തും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലാത്ത സ്ഥലത്ത് സാധാരണ ഒരു കൊള്ളാവുന്ന ബ്രാൻഡിൻ്റെ സിമെൻറ്റേഷ്യസ് ബോണ്ടിങ് കോട്ടിംഗ് ലെയർ ഇട്ടാൽ മതി. ഡൺ, യു ആർ സേഫ്. ചിലപ്പോൾ ഭിത്തിയിലെ ടോയ്ലറ്റിൻ്റെ സൈഡിലത്തെ ഭിത്തി കൂടെ വെള്ളം കയറി വന്ന് അതിൻ്റെ പെയിൻറ്റ് പൊളഞ്ഞു പോകുന്നതായിരിക്കും. ചിലപ്പോൾ സീലിങ്ങിൻ്റെ മേളിൽ വട്ടത്തിലുള്ള പാടുകൾ പോലത്തെ പ്രശ്നങ്ങളായിരിക്കും. ഇതെല്ലാം ഉണ്ടാകുന്നത് എവിടെയോ ചെറിയ ക്രാക്കുണ്ട്, അതിലൂടെ വെള്ളം കയറി വന്നിട്ട് അത് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വെള്ളം വരുന്ന സോഴ്സ് ബ്ലോക്ക് ചെയ്യുക. ടോയ്ലറ്റിനകത്തുനിന്നാണെങ്കിൽ അവിടെ എന്തെങ്കിലും ടൈല് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ എപ്പോക്സി ബ്രേക്കായിട്ട് എന്തെങ്കിലുമായിരിക്കും. അത് ആദ്യം സോൾവ് ചെയ്യുക. സീലിങ്ങിലാണ്, ടെറസിലാണെങ്കിൽ ടെറസിൽ എവിടെയും ക്രാക്ക് ഉണ്ടാവും, അതൊക്കെ സോൾവ് ചെയ്യുക. എന്നിട്ട് വേണം അകത്തോട്ട് വന്നിട്ട് ഈ പെയിൻ്റൊക്കെ മാറ്റി പുതിയ പെയിൻ്റൊക്കെ അടിക്കാൻ. അല്ലാതെ ഇത് ഒറിജിനൽ സോഴ്സ് ഓഫ് പ്രോബ്ലം ശരിയാക്കാതെ മേക്കപ്പ് പെയിൻ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല, പിന്നെയും ലീക്ക് വരും.